പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്പ നിമിഷങ്ങളിലെ തിരുവചനാധ്യാനത്തിനായി നിയമാവർത്തന പുസ്തകം 32 അധ്യായം 10-11 വാക്യങ്ങൾ. നിയമാവർത്തന പുസ്തകം അധ്യായം 32 വാക്യങ്ങൾ 10-11 നമുക്ക് ധ്യാനിക്കാം. വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തി. അവനെ വാരിപ്പുണർന്ന് താൽപ്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകിട്ട് അടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32 അധ്യായത്തിൽ ദൈവം മനുഷ്യനെ പരിപാലിക്കുന്ന, മനുഷ്യനോട് ഇടപെടുന്ന അതിമനോഹരമായ ഒരു ഭാഗം ദൈവത്തിൻ്റെ അത്യുന്നത ദാസനായ മോശ നമുക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത്. പുതിയ നിയമത്തിൽ ഈശോയെപ്പോലെ പഴയ നിയമത്തിലെ ഏറ്റവും സ്വാധീനം നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. ദൈവത്തോടും മനുഷ്യനോടും ഒരുപോലെ ബന്ധപ്പെട്ട് ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനായി നിന്ന് ഒരു ജനതയെ, അനുസരണം കെട്ട അടിമത്ത് പേറുന്ന ഒരു ജനതയെ അവിടെ നിന്നും പാലും തേനും ഒഴുകുന്ന ഒരു നാട്ടിലേക്ക് അവരെ നയിച്ച ഒരു വീരപുരുഷനാണ് പഴയ നിയമത്തിലെ മോസസ് എന്ന പ്രവാചകൻ. ദൈവത്തെ മുഖാഭിമുഖം കണ്ടു എന്നതുപോലെ ദൈവ തേജസ് തൻ്റെ കൺമുമ്പിൽ കണ്ട മനുഷ്യനാണ് മോസസ്. ഏറ്റവും സൗമ്യനായ മനുഷ്യനെന്ന് അദ്ദേഹത്തെ ദൈവം വിശേഷിപ്പിക്കുന്നുണ്ട്. ഭൂമിയിൽ ഏറ്റവും സൗമ്യനായ മനുഷ്യനാണ് മോശ. കാരണം അനുസരണം കെട്ട ഒരു ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം പറഞ്ഞ് ദൈവത്തെ തൻ്റെ പ്രാർത്ഥനയിലൂടെ ആ ജനത്തിന് അനുകൂലമാക്കി തീർത്ത ഒരു ശ്രേഷ്ഠനായ പ്രവാചകൻ. ഈശോയുടെ ജീവിതവുമായി കിടപിടിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈശോയുടെ ജീവിതത്തിലേക്ക് വഴി വെട്ടിക്കൊടുക്കുന്നതാണ് മോശയുടെ യാത്രകൾ മുഴുവനും. ബൈബിളിലൂടെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം ആ യാത്ര അവസാനിക്കുന്നത് ക്രിസ്തുവിലാണ്. പുതിയ നിയമത്തിൽ വരുന്ന രക്ഷകനായ ക്രിസ്തുവിലാണ് ആ യാത്ര അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ മോശ പഴയ നിയമത്തിൽ ആരംഭിക്കുന്ന യാത്ര ക്രിസ്തുവിലേക്കുള്ള ഒരു പ്രേക്ഷിത യാത്രയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയം കവരാനുള്ള ഒരു പ്രേക്ഷിത യാത്രയാണ്. ഞാൻ പറഞ്ഞു, യേശുവിനോട് കിടപിടിക്കുന്ന സാമ്യങ്ങളുള്ള മനുഷ്യനാണ് പഴയ നിയമത്തിൽ മോശ. യേശു 33 വർഷമാണ് ഭൂമിയിൽ ജീവിച്ചത്. നിയമാവർത്തന പുസ്തകത്തിന് 33 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ബൈബിളിലെ 5 പുസ്തകങ്ങൾ ഉൽപ്പത്തി മുതൽ നിയമാവർത്തനം വരെയും എഴുതിയത് മോസസാണ്. അത് മോശയുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ജൈത്രയാത്ര, ദൈവം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അവസാനിക്കാറായി. അവസാനത്തെ 40 വർഷം, 120 വർഷത്തെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ 40 വർഷമാണ് ദൈവജനത്തിൻ്റെ ഇടയനായി അദ്ദേഹം അവരോധിക്കപ്പെടുന്നത്. അതിനു മുമ്പ് 40 വർഷത്തോളം തൻ്റെ അമ്മായിപ്പനായ ജത്രോയുടെ ആടുകളുമായി അദ്ദേഹം മരുഭൂമിയിലൂടെ നടന്നിരുന്നു. അതിനുശേഷം ദൈവജനത്തെ നയിക്കാനുള്ള ഒരു ഫോർമേഷൻ അദ്ദേഹത്തിന് കൊടുത്തിട്ട് ദൈവജനത്തിന് ഫോർമേഷൻ നൽകാനുള്ള വലിയൊരു കൃപ നൽകി മോശയെ ദൈവം പ്രവാചകനായി നിയോഗിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നിയമാവർത്തന പുസ്തകം അവസാനിക്കുന്നതോടുകൂടെ മോശയുടെ കഥയും മോശയുടെ ജീവിതവുമൊക്കെ ബൈബിളിൽ അവസാനിക്കുകയാണ്. പിന്നെ പുതിയ വ്യക്തികളിലേക്ക് പോവുകയാണ്. കാലം അതിൻ്റെ ചക്രം അടുത്ത വാതായനങ്ങൾ തുറന്ന് മുന്നേറുകയാണ്. അപ്പോൾ അത് അവസാനിപ്പിക്കുന്ന സമയത്ത് 32 അധ്യായത്തിലാണ് അദ്ദേഹം ഈ ഒരു മനോഹരമായ ദൈവാനുഭവം, ദൈവം മനുഷ്യനെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത് എന്ന് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32 അധ്യായത്തിൽ 10-11 വാക്യങ്ങളിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം തന്നെ മോശ പറയുന്നത് അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ കണ്ടെത്തിയെന്നാണ്. ആരാണ് ഈ അവൻ? നമ്മളാ പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ അവൻ. ദൈവം നമ്മളെ കണ്ടെത്തിയത് മരുഭൂമിയിലാണ്, ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിലാണ് ദൈവത്തെ നമ്മൾ ശരിക്കും കണ്ടു തുടങ്ങിയതെന്ന് മോശ എന്ന പ്രവാചകൻ പറയുകയാണ്. എത്ര അർത്ഥവത്താണ്! നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിക്കേ.
നിങ്ങളുടെ കണ്ണുകളൊന്ന് ഓടിച്ചേ പ്രിയ സഹോദരങ്ങളെ. പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ മരുഭൂമി അത് ഒറ്റപ്പെട്ട അനുഭവം, ഡെസേർട്ടഡ് എക്സ്പീരിയൻസ് ആണ്. അവിടെ ആരുമില്ല. പൊള്ളുന്ന മണൽ കൂനകൾക്ക് ഇടയിൽ നിന്നുകൊണ്ട് ചുട്ടുപൊള്ളുന്ന മണലിൽ ചവിട്ടി നിന്ന് ആ പാദങ്ങളൊക്കെ വെന്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഷെൽട്ടറിന് വേണ്ടി ഒരു മരം പോലും അവിടെയെങ്കിലും കാണാൻ നമുക്ക് സാധ്യമല്ല. അങ്ങനെ ആരുമില്ലാതെ വിഷണ്ണനായി ഉഷ്ണിച്ചിരിക്കുന്ന സമയത്ത്, അതാണ് മോശ 32 നിയമാവർത്തനം 32 10 വാക്യത്തിൽ പറയുന്നത്, അവിടുന്ന് അവനെ മരുഭൂമിയിൽ കണ്ടെത്തി, ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ നമ്മളെ കണ്ടെത്തി എന്നുള്ളത്. നമ്മളെ സഹായിക്കാൻ ആരുമില്ല, ഇനി എൻ്റെ മുമ്പിൽ ആരുമില്ലല്ലോ ദൈവമേ എന്ന് കരയുന്ന ഒരു വേളയിലാണ് പ്രിയപ്പെട്ടവരെ ശരിക്കും ദൈവാനുഭവം നമ്മൾ സ്വീകരിക്കുന്നത്. ദൈവമെന്ന സത്യത്തെ നമ്മൾ വാരിപ്പുണരുന്നത്, ദൈവത്തെ ആഴങ്ങളിൽ അറിയുന്നത്, മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. സ്നേഹിതന്മാരും കൂട്ടുകാരുടെയും ഇടയിൽ സെലിബ്രിറ്റിയായി, ബഹളക്കാരനായി, എല്ലാമുള്ളവനായി നടക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട്. ദൈവസ്വരം കേൾക്കാൻ കഴിയാതെ പോകുന്നു. ദൈവസ്നേഹം ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് മോശ പറയുന്നത്, അവിടുന്ന് അവനെ മരുഭൂമിയിൽ കണ്ടെത്തി, ശൂന്യത ഓരിയിടുന്ന മണലാരണ്യത്തിൽ അവിടുന്ന് അവനെ കണ്ടെത്തി. എന്നിട്ടോ അവനെ വാരിപ്പുണർന്ന് താല്പര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി അവിടുന്ന് സൂക്ഷിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് 11 വാക്യത്തിൽ കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവരെ നയിച്ചത് കർത്താവാണ് എന്ന് പറയുകയാണ്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മോശ ഈ ഭാഗത്ത് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തെക്കുറിച്ച് മോശയ്ക്കുണ്ടായ 5 പ്രധാന അനുഭവങ്ങൾ നിയമാവർത്തന പുസ്തകം 32 10 11 വാക്യങ്ങളിലൂടെ മോശ നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തത്, നിന്നെ കണ്ടെത്തിയ ദൈവം നിന്നെ കണ്ടെത്തി. ദൈവമാണ്, നീ അവനെ കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ നിന്നെ കണ്ടെത്തിയത് ദൈവമാണ് എന്ന് പറയുന്നു. നിന്നെ കണ്ടെത്തിയ ദൈവം. 2, നിന്നെ വാരിപ്പുണരുന്ന ദൈവത്തെ മോശ അനുഭവിച്ച ആ ദൈവത്തെ നമുക്ക് നിയമാവർത്തനത്തിലൂടെ പരിചയപ്പെടുത്തി തരികയാണ്. 3, നിങ്ങളെ പരിചരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെയൊക്കെ വിചാരം നമ്മൾ ദൈവത്തെ ശുശ്രൂഷിക്കുന്ന വലിയ ശുശ്രൂഷകരാണ് എന്ന് പറഞ്ഞ് നമ്മൾ മേലിനടിച്ച് നടക്കുകയാണ്. അല്ല, ദൈവം നമ്മളെ ശുശ്രൂഷിക്കുന്നു, ദൈവം നമ്മളെ പരിചരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? അതാണ് 3 പ്രധാനപ്പെട്ട പോയിൻ്റ് മോശ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത്. 4, കൂട് ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഇത്തിരി വിഷമം പിടിച്ചൊരു കാര്യമാണ്. കുറേ സഹനങ്ങൾ, വിഷമങ്ങൾ, കണ്ണുനീര്, ഒറ്റപ്പെടലൊക്കെ ഉണ്ടാകും. ഈ കൂട് ചലിപ്പിക്കുമ്പോൾ വളരെ സേഫായിട്ട് നമ്മളിരുന്ന് പോകുമ്പോൾ ഒരു ജേർക്കിങ് നമുക്ക് വരികയാണ്. ദൈവം നമ്മളെ ഒന്ന് ഇളക്കുകയാണ്. അത് ചിലപ്പോൾ നമ്മുടെ ജോലി മേഖലയിലാകാം, രോഗാവസ്ഥയിലാകാം, സാമ്പത്തിക ഞെരുക്കങ്ങളാകാം, ബന്ധങ്ങളെ പിടിച്ച് ഉലുക്കിക്കൊണ്ടാകാം, പല രീതിയിൽ പല കൂട്ടുകാർ നമ്മുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന അനുഭവങ്ങളുണ്ടാകാം. ഇതൊക്കെ കൂട് ചലിപ്പിക്കുന്ന അനുഭവങ്ങളാണ്. ഇതും ദൈവം അറിഞ്ഞുകൊണ്ടാണെന്ന് മോശ പറയുകയാണ്. ഏറ്റവും അവസാനം പറയുന്നത്, നിന്നെയും എന്നെയും ചിറകിൽ സംവഹിക്കുന്ന ഒരു ദൈവമുണ്ട്. തൻ്റെ ചിറകിൽ നമ്മയും കൊണ്ട് പറന്നുയരുന്ന ഒരു ദൈവമുണ്ട് മക്കളെ എന്ന് മോസസ് നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നോടിച്ച് ഈ വചനഭാഗങ്ങളിലൂടെ പോകുമ്പോൾ ദൈവത്തോട് കുറേ കൂടെ അടുത്തു വരണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തോട് നമ്മൾ കുറേ കൂടെ അടുത്തു വരണം. ആദ്യ ഭാഗത്തിലേക്ക് വരികയാണ്. നമ്മെ കണ്ടെത്തിയ ദൈവം. ഞാൻ പറഞ്ഞു, ദൈവമാണ് നമ്മളെ കണ്ടെത്തിയത്. മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്. 40 വർഷമായി നടപ്പ് തുടങ്ങിയിട്ട്. അതിൻ്റെ പരിസമാപ്തിയിൽ വെച്ചിട്ടാണ് കർത്താവിൻ്റെ മലയായ ഹോറബിൽ മോസസ് എത്തുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമ്മളത് കാണുന്നുണ്ട്. കർത്താവിൻ്റെ മലയായ ഹോറബിൽ അവൻ എത്തുമ്പോൾ മുൾപടർപ്പിൻ്റെ ഇടയിൽ നിന്ന് അവനൊരു സ്വരം കേൾക്കുന്നു. മോസസ്, മോസസ്, അല്ലയോ മോശേ, മോശേ എന്ന് അവനെ പേര് വിളിക്കുകയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്ങ് ആരാണ്? അന്ന് അവനെ ദൈവം കണ്ടെത്തി വിളിച്ചു. പ്രിയപ്പെട്ടവരെ, അന്ന് ദൈവം അവനെ കണ്ടെത്തി അവനെ വിളിച്ചു. നമ്മളൊരിക്കലും മറന്നു പോകരുത്, ദൈവം നമ്മളെ പേര് ചൊല്ലി വിളിക്കുന്നവനാണ്. സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ സാമുവേൽ പ്രവാചകനെ ഇതേ അനുഭവത്തിലൂടെ ദൈവം വിളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 1 സാമുവേൽ 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിലാണ്. 1 സാമുവേൽ 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ ദൈവം സാമുവേലിനെ വിളിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ് ആ ഭാഗം വർണ്ണിക്കുന്നത്. 1 സാമുവേൽ 3-ാം അധ്യായത്തിൽ സാമുവേൽ രാത്രി ദേവാലയത്തിൽ കിടന്നുറങ്ങുകയാണ്. ഏലി പുരോഹിതൻ കൂടെയുണ്ട്.
ഏലി പുരോഹിതൻ വൃദ്ധനായി, കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടു, വേറെ ആരും അവിടെയില്ല. ഈ ഒരു പയ്യൻ ഈ ഒരു വൃദ്ധൻ്റെ കൂടെ ജീവിതം കഴിക്കുകയാണ്, ദേവാലയത്തിൽ അദ്ദേഹം ചെലവഴിക്കുകയാണ്. രാത്രിയായപ്പോൾ സാമുവേൽ പ്രവാചകൻ, ഈ സാമുവേൽ എന്ന പയ്യൻ കിടന്നുറങ്ങുകയാണ്. പക്ഷേ ഉറങ്ങുന്ന സാമുവേലിൻ്റെ ഒരു പ്രത്യേകതയാണ് ദൈവത്തെ സ്പർശിച്ചത്. അവൻ കർത്താവിൻ്റെ പേടകത്തിനരികെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അവൻ കർത്താവിൻ്റെ പേടകത്തിനരികെ കിടന്നുറങ്ങുമ്പോൾ അവൻ ദൈവസ്വരം കേൾക്കുകയാണ്, സാമുവേൽ സാമുവേൽ എന്ന് 2 പ്രാവശ്യം ദൈവം അവനെ വിളിക്കുകയാണ്. അവൻ എഴുന്നേറ്റു, ഇതാ ഞാനെന്ന് മറുപടി കൊടുക്കുന്നുണ്ട്. എന്താ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ നിന്നുള്ള വ്യത്യാസം? നമ്മൾ പലപ്പോഴും നമ്മുടെ ഓവർ ടൈമിൻ്റെ മുകളിൽ കിടക്കുന്നവരാണ്, നമ്മുടെ ഗാഡ്ഗറ്റ്സിൻ്റെ കൂടെ കിടക്കുന്നവരാണ്, നമ്മളുടെ കമ്പ്യൂട്ടർ, നമ്മളുടെ ഫോണ്, നമ്മളുടെ സോഷ്യൽ മീഡിയ, ഇതിനിടയിൽ കിടന്ന് ഉറങ്ങുന്നവരും ഇതിനിടയിൽ കിടന്ന് കളിക്കുന്നവരുമാണ് നമ്മൾ. എന്നാൽ സാമുവേൽ എന്ന ബാലനെ നോക്ക്, അവൻ കർത്താവിൻ്റെ പേടകത്തോട് ചേർന്ന് കിടക്കുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ കർത്താവിനോട് ചേർത്ത് വളർത്താൻ നമ്മൾ പഠിക്കണം, പരിശീലിപ്പിക്കണം സഹോദരങ്ങളെ. അപ്പോഴാണ് നമ്മുടെ മക്കൾ പോലും ദൈവസ്വരം കേൾക്കുന്നത്. അവിടെ വെച്ച് ദൈവം അവനെ കണ്ടെത്തുകയാണ്. പിന്നീട് അവൻ ഒരു കേവലം പ്രവാചകനല്ല, അവനൊരു കിങ് മേക്കറായിട്ടാണ് മാറുന്നത്. സാവൂളിനെയും ദാവീദിനെയും രാജാവായി ഇസ്രായേലിൽ വാഴിക്കുന്ന മനുഷ്യനായി ദൈവം ഇദ്ദേഹത്തെ ഉയർത്തുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ വെച്ച് ഈ ഗലീലി കടൽ തീരത്ത് ഈശോ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ 2 ഗ്രൂപ്പ് ആളുകളെ കാണുകയാണ്. കടലിൽ വല വീശിക്കൊണ്ടിരിക്കുന്ന പത്രോസിനെയും അന്ത്രയോസിനെയുമാണ് ആദ്യം കാണുന്നത്. കടലിൽ വല നന്നാക്കിക്കൊണ്ടിരിക്കുന്ന യാക്കോബിനെയും യോഹന്നാനെയും കാണുന്നു. ഇവരോടൊക്കെ ഈശോ പറയുന്നത്, അവരെ കണ്ടെത്തുന്ന മാത്രയിൽ പറയുന്നത്, കമോൺ ഫോളോ മീ, എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം, നിങ്ങളിങ്ങനെ മീനും പിടിച്ച് നടക്കേണ്ടവരല്ല എന്ന് പറഞ്ഞ് ദൈവം അവരെ വിളിക്കുകയാണ്. നമ്മളെ കണ്ടെത്തുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കണം സഹോദരങ്ങളെ. രണ്ടാമത്തതാണ് നമ്മളെ വാരിപ്പുണരുന്ന ഒരു ദൈവം. വാരിപ്പുണരുന്ന ദൈവസ്നേഹം നമ്മൾ അനുഭവിക്കണം. അനുദിനം ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. നമ്മൾ അഴുക്ക് പറ്റുമ്പോൾ, തെറ്റ് പറ്റുമ്പോൾ, ഒരു കുമ്പസാരത്തിന് അപ്പുറമാകരുത് നമ്മുടെ ദൈവാനുഭവം, നമ്മളുടെ ക്രിസ്തീയ ജീവിതം. ഒരു കുമ്പസാരത്തോടുകൂടെ നമ്മളിൽ പറ്റിയ അഴുക്ക്, നമ്മളിൽ ഉണ്ടായ ബന്ധനം അത് അകറ്റിക്കളഞ്ഞ് വിശുദ്ധരായി മടങ്ങി വരുമ്പോൾ നമുക്ക് മുത്തം തരുന്ന, വാരിപ്പുണരുന്ന ഒരു ദൈവസ്നേഹം ധൂർത്തപുത്രൻ്റെ ഉപമയിൽ 15-ാം അധ്യായം ലൂക്കാസ് സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ചെളി പുരണ്ട് പന്നികളോടൊപ്പം കിടന്ന് മടങ്ങി വരുന്ന കർത്താവേ, ദൈവം എന്നോട് പൊറുക്കട്ടെ, എൻ്റെ അപ്പൻ എന്നോട് പൊറുക്കട്ടെ എന്നെല്ലാം മനസ്സിൽ പറഞ്ഞും പ്രാർത്ഥിച്ചും വരുന്ന, പിതാവേ നിനക്കെതിരായും സ്വർഗത്തിനെതിരായും ഞാൻ പാപം ചെയ്തു എന്ന് തേങ്ങിക്കരഞ്ഞുകൊണ്ട് വരുന്ന മകൻ. എന്നിട്ട് മകൻ ഇങ്ങനെ ഡയലോഗ് പഠിച്ചു വച്ചിരിക്കുകയാണ്. അപ്പനെ കാണുമ്പോൾ ഞാൻ പറയും, ഐ വിൽ ബി നോ മോർ യുവർ സൺ ബട്ട് ക്യാൻ ഐ ബി യുവർ സെർവൻറ്റ്. എനിക്ക് നിൻ്റെ ഒരു ദാസനായിരിക്കാൻ കഴിയുമോ? ഞാനിവിടെ ജോലി ചെയ്ത് പണി ചെയ്ത് എന്തെങ്കിലും എനിക്ക് എൻ്റെ അന്നത്തിനുള്ള വക തന്നാൽ മതി, പഴയ മോൻ്റെ പദവിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വിശന്ന് അലഞ്ഞാണ് അവൻ വരുന്നത്. ഇതൊക്കെ ഈ പഠിച്ചതൊക്കെ ഈ അപ്പനെ കണ്ടപ്പോൾ ഇവൻ പറയുന്നുണ്ട്. പക്ഷേ അപ്പൻ ഇതൊന്നും കേൾക്കുന്നില്ല. അപ്പനൊരു പൊട്ടനെ പോലെ ഓടി വന്ന് അവന് മുത്തം കൊടുക്കുകയാണ്, അവനെ ചെരുപ്പണിയിക്കുന്നു, അവനെ പുതിയ കുപ്പായം അണിയിക്കുന്നു, അവനെ മോതിരമണിയിക്കുന്നു. ഇതാണ് വാരിപ്പുണരുന്ന സ്നേഹം പ്രിയപ്പെട്ടവരെ. നല്ല സമരിയക്കാരൻ്റെ ഉപമ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. സമരിയക്കാരൻ്റെ ഉപമയിലും ഇത് തന്നെയാണ്. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയ മനുഷ്യൻ, അതായത് ദൈവത്തോടും മറുതലിച്ച, ദൈവത്തോടും മുഖം തിരിച്ചു പോകുന്ന ഒരുത്തനാണ്. അവനങ്ങനെ പോകുമ്പോൾ അവൻ കവർച്ചക്കാരുടെ കയ്യിൽ അപകടത്തിൽപ്പെടുന്നു. സ്വാഭാവികമാണ്, ദൈവത്തിൽ നിന്ന് മുഖം തിരിച്ചു പോകുമ്പോഴൊക്കെ അവനൊരു ഡേഞ്ചർ സോണിലൂടെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെ വെച്ച് അവൻ മുറിവേറ്റ് മൃതപ്രായനായി കിടക്കുമ്പോൾ ഒരു സമരിയക്കാരൻ വന്ന് അവൻ്റെ മുറിവുകളിൽ എണ്ണയൊഴിച്ച് അവന് ആശ്വാസം പകരുന്ന അനുഭവം നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രു ഗണത്തിൽ നിന്നുമാണ് അവൻ്റെ അടുക്കിലേക്ക് സമരിയക്കാരൻ വരുന്നത്. പ്രിയ സഹോദരങ്ങൾ, ഇതാണ് ദൈവം നമ്മളോട് പറയുന്ന വാരിപ്പുണരുന്ന സ്നേഹം. വ്യവസ്ഥകളില്ലാതെ ഈ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത് മറക്കരുത്. വാരിപ്പുണരുന്ന സ്നേഹമാണ് ദൈവം. ഒരു കുമ്പസാരത്തിനപ്പുറം അവരുമായി അകന്നിരിക്കാൻ നമുക്ക് കഴിയില്ല പ്രിയപ്പെട്ടവർ. തെറ്റുകൾ പറ്റാം, അത് സ്വാഭാവികമാണ്. അത് ഏറ്റുപറയാനും അത് ഇനിമേൽ ഞാൻ അതിൽ വീഴില്ല എന്ന് പറയാനുമുള്ള ഒരു ബലം നമുക്കുണ്ടാകണം, ഒരു ധൈര്യം നമുക്കുണ്ടാകണം. പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അതിനെ കഴുകി വിശുദ്ധീകരിക്കുന്ന നല്ല മനുഷ്യരായി മാറണം. മാമോദീസ മുതൽ ദൈവം നമ്മളെ ഈ വാരിപ്പുണർന്ന് മുത്തമിടാൻ തുടങ്ങിയതാണ്.
ഇത് നമ്മൾ അറിയണം, ഇത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. എൻ്റെ ദൈവം എന്നെ ഉമ്മ വയ്ക്കുന്നു, എൻ്റെ ദൈവം എന്നെ കോരിയെടുക്കുന്നു, എൻ്റെ ദേഹത്തെ ചെളി കഴുകിക്കളഞ്ഞ് അവൻ എന്നെ ഒരു നിർമ്മലനാക്കുന്നു, വിശുദ്ധനാക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തതാണ് പരിചരിക്കുന്ന, നമ്മളെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ദൈവം നമ്മളെ ശുശ്രൂഷിക്കുന്നു. ലൂക്കാസ് വിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നത് സമരിയാക്കാരൻ്റെ ഉപമയിൽ ഈ മുറിവേറ്റവനെ പരിചരിക്കുന്ന ആ സമരിയാക്കാരൻ അത് മറ്റാരുമല്ല, അത് ഈശോ തന്നെയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ ശുശ്രൂഷിക്കാറുണ്ട്. പത്രോസിൻ്റെ അമ്മായിമ്മ പനി പിടിച്ച് കിടന്നപ്പോൾ അവളെ ശുശ്രൂഷിക്കുന്ന, അല്ലെങ്കിൽ അവൾക്ക് സൗഖ്യം കൊടുക്കുന്ന ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ രോഗാവസ്ഥയിൽ തകർന്ന് പോകുമ്പോഴൊക്കെ നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴുകുന്ന കർത്താവിനെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ താലത്തിൽ വെള്ളമെടുത്ത് അരയിൽ തുവാല ചുറ്റി അവൻ കുനിഞ്ഞിരുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങളെടുത്ത് അത് കഴുകി ആ പാദങ്ങളിൽ ചുംബിക്കുന്ന ദൈവം നമ്മളെ ശുശ്രൂഷിക്കുന്നുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അല്ലാതെ നമ്മൾ മാത്രമല്ല ദൈവത്തെ ശുശ്രൂഷിക്കുന്നവർ. നാം ദൈവത്തെ ഓർക്കുമ്പോഴും ദൈവത്തെ ശുശ്രൂഷിക്കുമ്പോഴും ദൈവം ഇറങ്ങി വന്ന് നമ്മളെ പരിചരിക്കാറുണ്ട്. ദൈവം നമ്മളെ കോരിയെടുക്കാറുണ്ട്, കഴുകാറുണ്ട്, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കാറുണ്ട്. ഇത് മറക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മളെ മുറിവേറ്റവനെ എണ്ണ പുരട്ടി ശുശ്രൂഷിക്കുന്ന ഒരു ദൈവം, കറപുരണ്ട പാദങ്ങളെ കഴുകി അവന് മുത്തം കൊടുക്കുന്ന, പാദങ്ങളിൽ മുത്തമിടുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. 10 കുഷ്ഠരോഗികളെ കാണുന്നവന് പോലും അവൻ്റെ മനസ്സ് കുഷ്ഠമായി പോകുമെന്ന് ധരിക്കുന്ന ഒരു നിയമമുള്ള കാലഘട്ടത്തിൽ ഈ 10 പേരെയും അവൻ തൻ്റെ അടുക്കൽ വിളിച്ച് തന്നോട് ചേർത്ത് നിർത്തി അവരെ സുഖപ്പെടുത്തുകയാണ്, അവരെ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. ഇതാണ് ശുശ്രൂഷിക്കുന്നവൻ്റെ മനോഭാവം. നമുക്കും അനേകരെ ശുശ്രൂഷിക്കാൻ ഇറങ്ങാം. കാരണം നമ്മുടെ ദൈവം നമ്മളെ ശുശ്രൂഷിക്കും. നമ്മൾ വീഴുമ്പോൾ നമ്മുടെ വീഴ്ചയിൽ അവൻ നമ്മളെ താങ്ങുന്നു, അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത്. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കാണുന്ന 4-ഉം 5-ഉം വാക്യങ്ങളിലൊക്കെ ഈശോ ആ തുവാല എടുത്ത് അരയിൽ ചുറ്റി പാത്രത്തിൽ വെള്ളമെടുത്ത് നമ്മുടെ പാദങ്ങൾ കഴുകി തുവാല കൊണ്ടത് തുടച്ച് മുത്തമിടുന്ന ദൈവ ശുശ്രൂഷ, ദൈവസ്നേഹം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളതാണ്. ഓരോ തവണയും നമ്മൾ എന്ത് കുറവിലാണോ, എന്ത് ബന്ധനത്തിലാണോ, അപ്പോഴൊക്കെ ദൈവം ഓടി വരും. മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിശാച് ബാധിച്ച് കിടക്കുന്ന ഒരു ബാലനെ കൊണ്ട് അവൻ്റെ അപ്പൻ വരുന്നുണ്ട്. പലരുടെ അടുക്കൽ ഞാൻ പോയി, നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലും പോയി, പക്ഷേ ഇവൻ സുഖപ്പെടുന്നില്ല. ഇവനെ ഒരു മൂകനായ ആത്മാവ് ആവേശിച്ചിരിക്കുന്നു. ഈശോനെ അടുത്ത് വിളിച്ച് അവനുള്ള ആത്മാവിനെ ശാസിച്ച് പുറത്തിറക്കുകയാണ്. അപ്പോഴത് കഴിയുമ്പോൾ മരിച്ചവനെ പോലെ കിടക്കുകയാണ്. കൂടെ നിന്നവരൊക്കെ പറഞ്ഞ് അവൻ ചത്തു കിടക്കുന്നല്ലോ. എന്നാൽ അവൻ ഓടിച്ചെന്ന് അവനെ കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ഈശോ എൻകറേജ് ചെയ്തു, നീ മരിക്കാനുള്ളവനല്ല, കം ടു ലൈഫ്, നീ ജീവിതത്തിലേക്ക് മടങ്ങി വരിക എന്ന് പറഞ്ഞ് അവൻ്റെ 2 കൈയിലും പിടിച്ച് അവനെ പൊക്കിയെടുപ്പിച്ചു. അവൻ ജീവിക്കുന്നവനായി അവൻ്റെ മാതാപിതാക്കളെ അവൻ മടക്കിയേൽപ്പിക്കുകയാണ്. ഇതാണ് പ്രിയ സഹോദരങ്ങളെ പരിചരിക്കുന്ന ദൈവം. നമുക്ക് ഇത്തിരി വിശന്നു എന്ന് തോന്നിയാൽ പോലും അപ്പം തന്ന്, മാർക്കോസ് 6-ാം അധ്യായത്തിൽ നമ്മൾ തൻ്റെ കൂടെ ഇരിക്കുന്ന പുരുഷാരം വിശന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവർക്ക് ഭക്ഷിക്കാൻ എന്തുണ്ട് എന്ന് ചോദിക്കുന്ന, അവർക്ക് അപ്പം വിളമ്പുന്ന ഒരു ദൈവം, അപ്പം അവർക്ക് വേണ്ടി വാഴ്ത്തി വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം. ഇതൊക്കെ നിത്യജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ഓരോ ദിവസവും ഇങ്ങനെ പല പ്രകാരങ്ങളിൽ പല രീതിയിൽ നമ്മളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. മറക്കരുത് എന്നുള്ളത് നിങ്ങളെ അനുസ്മരിപ്പിക്കട്ടെ. ദൈവം നമ്മുടെ കുറവുകൾ അറിഞ്ഞ് അത് മനസ്സിലാക്കി നമ്മുടെ അടുക്കൽ വന്ന് നമ്മളെ ശുശ്രൂഷിക്കുന്ന അത്യുന്നതനാണ്. 4-മത്തത് മോശ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം കൂട് ചലിപ്പിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. കൂട് ചലിപ്പിക്കുന്ന ഒരു ദൈവം. നമ്മുടെ ജീവിതത്തിൽ ജേർക്കിങ്ങുകൾ, സഹനങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, രോഗാവസ്ഥകൾ, ജോലിയിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ പ്രശ്നങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവരുടെ രോഗങ്ങൾ, ഇതൊക്കെ വരുമ്പോൾ നമ്മളറിയാതെ നമ്മളിരിക്കുന്നിടം കുലുങ്ങിപ്പോകുന്നു, ഞാൻ താഴെ വീഴും എന്ന് നമുക്ക് തോന്നും. കഴുകൻ്റെ പ്രത്യേകത നമ്മൾ അറിയണം. ഇവിടെയാണ് ഈ കഴുകനാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്ന കൂട് ചലിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പക്ഷി. കഴുകനെ പോലെ ദൈവം ഇതാ നമ്മുടെ കൂട് ചലിപ്പിക്കുകയാണ്. മറ്റ് പക്ഷികളൊന്നും അധികം ഇത് ചെയ്യാറില്ല. കാരണം കഴുകൻ ഏറ്റവും ഉയരങ്ങളിലാണ്. ഒരു പക്ഷിക്കും ഒരു ജന്തുവിനും വരാൻ കഴിയാത്ത ഉയരങ്ങളിലാണ് കഴുകൻ കൂട് ഉണ്ടാക്കി അതിനുള്ളിൽ മുട്ട ഇട്ട് ഈ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കുറേ വന്ന് അതിന് ചിറകുകൾ അതിന് പാകമാകുമ്പോൾ, അത് പറക്കാറായി വരുന്നു എന്നറിയുമ്പോൾ കഴുകൻ, ഈ അമ്മ കഴുകൻ തന്നെ ചെന്നിട്ട്
ഈ കുഞ്ഞുങ്ങളുടെ കൂട് അത് കൊത്തി മാറ്റാൻ തുടങ്ങും. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ താഴേക്ക് വീഴും. താഴേക്ക് വീഴുമ്പോൾ പല പ്രാവശ്യം ഈ കുഞ്ഞുങ്ങൾ ചിറകറ്റ് അടിച്ച് കരയാൻ തുടങ്ങും. അപ്പോൾ ഈ കഴുകൻ ഓടിച്ചെന്ന് തൻ്റെ കാലുകൊണ്ട് അതിനെ തൻ്റെ ചിറകിന് ഉള്ളിലേക്ക് സംവഹിക്കും. എന്നിട്ട് വീണ്ടും കൊണ്ടുപോയി കൂട്ടിലിടും. ഇങ്ങനെ പല ആവർത്തിയാകുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ ചിറകുകൾ ധൈര്യമുള്ളതായി തീരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള തേക്കുകൾ നിലമ്പൂരാണ് എന്നാണ് പറയുന്നത്. എന്താ കാര്യമെന്നറിയാമോ? ഏറ്റവും കൂടുതൽ കാറ്റ് വീശുന്ന സ്ഥലമാണത്. ഓരോ നിമിഷവും അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇടത്തോട്ടും വലത്തോട്ടും ആടിക്കൊണ്ടിരിക്കുന്ന ഈ തേക്കിന് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മരമായി അത് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് കൂട് ചലിപ്പിക്കുമ്പോൾ നമ്മൾ വിഷമിക്കരുത്. കൂട് ചലിപ്പിക്കുമ്പോൾ ഓർക്കണം, ദൈവം കൂടെയുണ്ട്. അതുപോലെ മഴ നനയാത്ത ഒരു പക്ഷിയാണ് കഴുകൻ. എന്താ കാരണമെന്നറിയാമോ? മഴ പെയ്യുന്ന മേഘങ്ങളുടെ മുകളിൽ കയറി അത് പറക്കും. അങ്ങനെ പറക്കാൻ പരിശീലനം കിട്ടുന്നത് ഈ തള്ള കഴുകൻ ഈ കുഞ്ഞുങ്ങളെ കൂട് ചലിപ്പിച്ച് താഴേക്ക് ഇടുന്നത് കൊണ്ടും, അങ്ങനെ ചിറകിട്ടടിച്ച് ചിറകിന് ബലം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി അത് മേഘത്തിന് മുകളിൽ പറക്കാനുള്ള ശക്തിയാണ്. സഹോദരങ്ങളെ, നമ്മളെ വിശ്വാസത്തിൽ ദൈവം ഇങ്ങനെയാണ് കൊണ്ടുപോകുന്നതെന്ന് മറന്നു പോകരുത്. 7 സിംഹങ്ങളുള്ള സിംഹക്കൂട്ടിൽ കിടന്ന ദാനിയേലിനെ നമ്മൾ വായിക്കുന്നുണ്ട് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ. ഓരോ ദിവസവും 2 ആടുകളെയും 2 മനുഷ്യരെയും ഈ സിംഹങ്ങൾക്ക് ഭക്ഷണമായി കൊടുത്തിരുന്നു. ദാനിയേലിനെ അവിടെ ഇട്ടപ്പോൾ ദിവസങ്ങളോളം ഈ സിംഹങ്ങളെ പട്ടിണിക്കിട്ടു. എന്നാൽ ഇദ്ദേഹം മരിച്ചോ എന്നറിയാൻ സൈറസ് രാജാവ് ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ദാനിയേൽ എന്ന് പറഞ്ഞ് കൂട് തുറന്ന് നോക്കുമ്പോൾ ദാനിയേൽ ജീവനോടെ അവിടെ ഇരിക്കുന്നു. ദൈവം അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അവൻ വിശന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ഹബക്കൂക്ക് പ്രവാചകൻ, തൻ്റെ ജോലിക്കാർക്ക് ഭക്ഷണവുമായി പോയ ഹബക്കൂക്ക് പ്രവാചകനെ മുടിയിൽ പിടിച്ച് ഇതിന് മുകളിൽ കൊണ്ടുവരുന്നുണ്ട്, സിംഹക്കൂടിന് മുകളിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പ്രവാചകനോട് പറയുന്നുണ്ട്, എൻ്റെ ദാസൻ ദാനിയേൽ വിശന്നിരിക്കുന്നു, നീ അവൻ ഈ ഭക്ഷണം കൊണ്ട് കൊടുക്കുക. ഇതാ പ്രിയപ്പെട്ടവരെ, കൂട് ചലിപ്പിക്കുന്ന ദൈവസ്നേഹം കരുതലുള്ളതാണ്. അത് നമ്മളെ ബലവാന്മാരാക്കാനാണ്, ഉന്നതങ്ങളിൽ പറക്കാനാണ്. ആത്മീയ ജീവിതത്തിൽ ഓർത്തുകൊള്ളണം, ഓരോ സഹനം വരുമ്പോഴും അതിന് പിന്നിൽ ദൈവ പദ്ധതിയുണ്ട് എന്ന് നമ്മൾ അറിയണം. അവസാനത്തത്, ചിറകിൽ നമ്മളെ വഹിക്കുന്ന ദൈവം. കഴുകനെ പോലെ ചിറകിന് ഉള്ളിൽ നമ്മളെ വഹിക്കുന്ന ദൈവം. നിയമാവർത്തന പുസ്തകം 33:26 നമ്മൾ വായിക്കുന്നുണ്ട്, യേശുറൂൺ, നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ അവിടുന്ന് അനന്തവിഹായസിലൂടെ മഹത്വപൂർണനായി മേഘത്തിന്മേൽ സഞ്ചരിക്കുന്നു. നിൻ്റെ ദൈവത്തെ പോലെ ആരുമില്ല, നിന്നെ സഹായിക്കാൻ നിൻ്റെ ദൈവം അനന്തവിഹായസിലൂടെ മേഘത്തിൻ്റെ മേൽ മഹത്വപൂർണനായി സഞ്ചരിക്കുന്നു. ദൈവം നമ്മളെ കൊണ്ട് പറക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ. തൻ്റെ ചിറകുകൾക്ക് കീഴിൽ നമ്മളെ സംവഹിച്ച് ദൈവം കഴുകനെ പോലെ ചിറകിന് ഉള്ളിൽ നമ്മളെ സൂക്ഷിച്ച് നമ്മളെ കൊണ്ട് പറക്കുന്നവനാണ്. അത് കുരിശിലാണ് ഏറ്റവും കൂടുതൽ. കുരിശിൻ്റെ ചിറകിലാണ് അവൻ നമ്മളെ കൊണ്ട് സംവഹിക്കുന്നത്. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് കുരിശിൻ്റെ ചിറകുകളിൽ നമ്മളെ ചേർത്ത് പിടിച്ച് അവൻ നമുക്ക് വേണ്ടി മരിച്ച് യാഗമായി ആ കുരിശിൽ നിന്നുള്ള അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ ചിറക് വിരിച്ച് നമ്മളെയും കൊണ്ടാണ് അവൻ സ്വർഗ്ഗപിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നത്. നമ്മുടെ പേരുകളൊക്കെ സ്വർഗത്തിൽ എഴുതപ്പെടുകയാണ്. ഈ ഒരു അനുഭവം, അങ്ങനെ മൺമയരായ നമ്മൾ വിൺമയരായിത്തീരുന്നു. ഈ ഒരു സ്വർഗീയ അനുഭവം നമുക്ക് ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ മാടി വിളിക്കുകയാണ്. മോശ നമുക്ക് പറഞ്ഞു തരുന്ന നിയമാവർത്തനം 32, 10, 11 വചനങ്ങളിൽ ഈ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെ ദൈവത്തെ ആഴത്തിലറിയാൻ നമുക്ക് മനസ്സിലാക്കട്ടെ. എന്നെ കണ്ടെത്തുന്ന ദൈവം, എന്നെ വാരിപ്പുണരുന്ന ദൈവം, എന്നെ പരിചരിക്കുന്ന ദൈവം, എൻ്റെ കൂട് ചലിപ്പിക്കുന്ന ദൈവം, എന്നെ ചിറകിനുള്ളിൽ വഹിക്കുന്ന ദൈവം. ഈ സർവശക്തനായ ദൈവം നമ്മെ കൂട് ചലിപ്പിക്കുമ്പോൾ തകർന്നു പോകാതെ തൻ്റെ ചിറകടിയിൽ നമ്മളെ സംവഹിക്കട്ടെ. ജീവിതത്തിലെ നല്ല സാക്ഷ്യങ്ങളോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് നല്ല ക്രൈസ്തവരായി നമുക്ക് ജീവിക്കാം. വാരിപ്പുണരുന്ന ആ ദൈവസ്നേഹം നമുക്ക് കാണാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അത്യുന്നതനായ പിതാവേ, ഞങ്ങളെ അങ്ങയുടെ സ്വർഗീയ ചിറകിൽ ഞങ്ങളെ സംവഹിക്കണമേ. വാരിപ്പുണരുന്ന സ്നേഹത്താൽ, ഞങ്ങളെ പരിചരിക്കുന്ന ശുശ്രൂഷാ മനോഭാവത്താൽ കർത്താവെ, ഞങ്ങൾ തളർന്നു കിടക്കുമ്പോൾ, രോഗികളാകുമ്പോൾ, മാനസികമായി തകർന്നു പോകുമ്പോൾ, എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ, മരുഭൂമിയിൽ ഒറ്റപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ കണ്ടെത്തണമേ. അങ്ങ് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് മുത്തമിടണമേ. ഞങ്ങളെ വാരിപ്പുണരണമേ. ഞങ്ങളെ പരിചരിക്കണമേ. അങ്ങനെ അങ്ങയുടെ മക്കളായി ഈ ദൈവത്തെ പോലെ മറ്റാരുമില്ല എന്ന് അനേകരോട് പറയാൻ ഞങ്ങളെ വിളിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കൃപാപൂർവം കേട്ട് ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ആമേൻ.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.